നമസ്കാരം, ഗാലറി ഓഫ് നാച്ചുറലിലേക്ക് സ്വാഗതം. ഞാൻ സുമേഷ് കോട്ടൂർ. അമ്പൂരി കുമ്പിച്ചൽക്കടവ് പാലം ഇന്ന് ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ്. ഏകദേശം 11ഓളം ഉന്നതികളിലെ താമസക്കാരുടെ നൂറ്റാണ്ടുകളായിട്ടുള്ള സ്വപ്ന സാക്ഷാത്കാരമാണ് ഇന്നിവിടെ വൈകുന്നേരം 5 മണി ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത്. കുമ്പിച്ചൽക്കടവ് പാലത്തിനെക്കുറിച്ചുള്ള വിശേഷങ്ങളെല്ലാം നേരത്തെ ലോങ് വീഡിയോ ആയിട്ട് ഈ ചാനലിലൂടെ നിങ്ങളിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കൂടുതൽ ഞാൻ സംസാരിച്ച സമയം കളയുന്നില്ല. ഇന്ന് നേരെ ഇവിടുത്തെ ഉദ്ഘാടനവും അതിൻ്റെ കാര്യങ്ങളൊക്കെ കാഴ്ചകളിലേക്കാണ് പോകുന്നത്. അമ്പൂരി നിവാസികളുടെ അരനൂറ്റാണ്ട് നീണ്ട കാത്തിരിപ്പിന് വിരാമമിട്ടുകൊണ്ടാണ് കുമ്പിച്ചൽക്കടവ് പാലം പൊതുജനങ്ങൾക്കായി തുറന്നു നൽകിയിരിക്കുന്നത്. 2026 ഫെബ്രുവരി 11 വൈകുന്നേരം 6 മണിക്ക് കേരള മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ കുമ്പിച്ചൽക്കടവ് പാലത്തിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചു. പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി ശ്രീ PA മുഹമ്മദ് റിയാസ്, പട്ടികജാതി പട്ടികവർഗ വികസന വകുപ്പ് മന്ത്രി ശ്രീ OR കേളു, പാറശാല MLA ശ്രീ CK ഹരീന്ദ്രൻ, മറ്റു ത്രിതല പഞ്ചായത്ത് ജനപ്രതിനിധികൾ തുടങ്ങിയവരുടെ സാന്നിധ്യത്തിലാണ് കുമ്പിച്ചൽക്കടവ് പാലം ജനങ്ങൾക്കായി തുറന്നുകൊടുത്തത്. നെയ്യാറിന് കുറുകെ നെയ്യാർ ഡാം എന്ന പേരിൽ അണക്കെട്ട് വന്നതോടെ തൊടുമല, കാരിക്കുഴി, പുരയുമല തുടങ്ങിയ 11 ആദിവാസി ഊരുകളിലെ 1700-ലധികം കുടുംബങ്ങൾക്ക് ഇനി തോണിയെ ആശ്രയിക്കാതെ മറുകരയെത്താം. കിഫ്ബിയുടെ 24 കോടി രൂപ ധനസഹായത്തോടെയാണ് അതിസങ്കീർണമായ ഈ പാലത്തിൻ്റെ നിർമ്മാണം പൂർത്തിയാക്കിയത്. തലമുറകളായി ഒറ്റപ്പെട്ട് കിടന്നിരുന്ന ഒരു സമൂഹത്തിൻ്റെ സ്വപ്നമാണ് ഇവിടെ യാഥാർത്ഥ്യമായിരിക്കുന്നത്. കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഈ പാലം നാടിന് സമർപ്പിച്ചപ്പോൾ അമ്പൂരി സ്വദേശികൾക്ക് ഇനി പറയാനുള്ളത് 2 കാലഘട്ടത്തിൻ്റെ കഥയായിരിക്കും. കുമ്പിച്ചൽക്കടവ് പാലം വരുന്നതിന് മുമ്പും ശേഷവും എന്ന രീതിയിലാവും ഇനി അമ്പൂരിക്കാരുടെ കഥ എഴുതപ്പെടുന്നത്. കുറച്ചു കാലം മുമ്പ് വരെയും ഒരു അസുഖം വന്നാലോ അത്യാഹിതം സംഭവിച്ചാലോ പുറം ലോകത്ത് എത്തണമെങ്കിൽ ഒരേ ഒരു മാർഗം കടത്തുവള്ളം മാത്രമായിരുന്നു. ചീങ്കണ്ണി ഭീഷണിയുള്ള ഡാം കൂടിയാണ് നെയ്യാർ. അതിലുപരി കരിപ്പയാറിൽ വെള്ളം കൂടുമ്പോൾ കടത്തുവള്ളം ഇറക്കാൻ കഴിയില്ല. ആ സമയമൊക്കെയും ഈ ആദിവാസി ഊരുകൾ പുറം ലോകത്തു നിന്നും ഒറ്റപ്പെടും. ഈ പാലം വന്നതോടെ പാവപ്പെട്ട ഒരു ജനതയുടെ കണ്ണീർ കൂടിയാണ് തുടയ്ക്കപ്പെടുന്നത്. ഇദ്ദേഹം കുറ്റിച്ചൽ പരുത്തിപ്പള്ളി ആരോഗ്യ കേന്ദ്രത്തിലെ ഹെൽത്ത് ഇൻസ്പെക്ടറായിരുന്നു. അവിടെ നിന്ന് ഇദ്ദേഹം മാറി പാലക്കാട് പോയി. ഇപ്പോൾ ഇത് അവിചാരിതമായിട്ട് ഇവിടെ അമ്പൂരിൽ വെച്ച് കാണും. ഈ ഉദ്ഘാടന സമയത്ത് തന്നെ അതിന് ഒരാഴ്ച മുമ്പ് ഇദ്ദേഹം ഇവിടെ എത്തിയത് തന്നെ ഒരു ഈ നിമിത്തമാണ്. അതല്ല, ഞാനിപ്പോൾ ആദ്യമല്ലേ അവിടുത്തെ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് കാരണം ആയതുകൊണ്ട് തന്നെ ഇതും തുടങ്ങണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഉച്ചയ്ക്ക് വാങ്ങി പിടിച്ചത്. പാലക്കാട് നിന്ന് ഇങ്ങോട്ട് തന്നെ മാറിയെന്ന് പറഞ്ഞാൽ നമ്മൾ വീണ്ടും അടുത്ത ഗ്രാമത്തിൽ. അതെ, സന്തോഷമുണ്ട്. നോക്കിനെയും കാണാം. അമ്പൂരിയുടെ വികസനത്തിലെ ഒരു സുവർണ അധ്യായമായി മാറും ഈ കുമ്പിച്ചൽക്കടവ് പാലം എന്നതിൽ യാതൊരു സംശയവും വേണ്ട. സാങ്കേതികമായി ഏറെ സങ്കീർണമായ നിർമ്മാണ രീതികളാണ് ഈ പാലത്തിനായി അവലംബിച്ചത്. കേരളത്തിൽ ഒരു ഡാം റിസർവോയറിന് കുറുകെ നിർമ്മിച്ചിട്ടുള്ള ഏറ്റവും വലിയ പാലമാണിത്. അതുകൊണ്ട് തന്നെ വികസനത്തിനൊപ്പം ടൂറിസം സാധ്യതകൾക്കും ഇനി ഇവിടം വഴി തുറക്കും. അപ്രോച്ച് റോഡുകൾക്ക് പുറമെ കടവിലേക്ക് ഇറങ്ങുന്നതിനായി 4 മീറ്റർ വീതിയിൽ സർവീസ് റോഡും പണിതിട്ടുണ്ട്. 7 സ്പാനുകളിലായി 253 മീറ്റർ നീളത്തിലാണ് കുമ്പിച്ചൽക്കടവ് പാലം നിർമ്മിച്ചിരിക്കുന്നത്. 11 മീറ്റർ വീതിയുള്ള പാലത്തിൽ 8 മീറ്റർ വീതിയിൽ റോഡും 1.5 മീറ്റർ വീതം വീതിയിൽ ഇരുവശത്തും നടപ്പാതയുമുണ്ട്. ഭാവിയിൽ നെയ്യാർ ഡാമിൽ നിന്നും വിനോദസഞ്ചാരികളുമായി വരുന്ന ബോട്ടിന് അടിയിലൂടെ സുഗമമായി കടന്നു പോകാനുതകുന്ന തരത്തിലാണ് 12.5 മീറ്റർ ഉയരത്തിൽ പാലം നിർമ്മിച്ചിരിക്കുന്നത്. 7 സ്പാനുകളിൽ 2 സ്പാനുകൾ കരയിലും 5 സ്പാനുകൾ ജലസംഭരണിയിലുമാണ്. ഫ്ലോട്ടിംഗ് ബാർജ് ഉപയോഗിച്ചാണ് ഇവിടെ സ്പാൻ നിർമ്മിക്കുന്നതിനായി പൈലിംഗ് നടത്തിയത്. ഉദ്ഘാടനത്തിന് മുമ്പേ പാലത്തിൽ നിന്നുള്ള മനോഹര ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിട്ടുണ്ട്. പാലവും പാലത്തിൽ നിന്നുള്ള കാഴ്ചകളും കാണാൻ ദൂരദേശങ്ങളിൽ നിന്നുപോലും സന്ദർശകർ കൂട്ടത്തോടെ ഇവിടേക്ക് എത്തുകയാണ്. പ്രകൃതി ഭംഗി നിറഞ്ഞ സമൂഹ മാധ്യമങ്ങളിലെ ഇപ്പോഴത്തെ താരമായ കുമ്പിച്ചൽക്കടവ് പാലം കാണാൻ തമിഴ്നാട്ടിൽ നിന്നും കേരളത്തിൻ്റെ വടക്കൻ ജില്ലകളിൽ നിന്നും വരെ സന്ദർശകർ എത്തുമ്പോൾ ഈ പാലത്തിന് 50 വർഷത്തോളം നീണ്ട ഒരു സമര പോരാട്ടത്തിൻ്റെ ചരിത്രം കൂടി പറയാനുണ്ട്. നെയ്യാർ ഡാമിൽ ജലസംഭരണി നിർമ്മിച്ചപ്പോൾ അഗസ്ത്യമലയുടെ താഴ്വാരത്ത് കരിപ്പയാറിൻ്റെ മറുകരയിൽ തുരുത്തായി മാറിയ തൊടുമല എന്ന ഗ്രാമത്തിലെ ജനങ്ങൾ അരനൂറ്റാണ്ട് മുമ്പ് പുറം ലോകത്തു നിന്നും ഒറ്റപ്പെട്ടു. ചീങ്കണ്ണികൾ ഉള്ള ജലസംഭരണിയിലൂടെ കടത്തുവള്ളത്തിൽ യാത്ര ചെയ്യേണ്ടി വരുന്നതും കരിപ്പയാറിൽ വെള്ളം കൂടുമ്പോൾ വള്ളം ഇറക്കാൻ പറ്റാതെ വരുന്നതും അതുമൂലം നിരവധി ജീവനുകൾ നഷ്ടപ്പെടുകയും ചെയ്തപ്പോൾ തൊടുമലയിലെ 11 ട്രൈബൽ സെറ്റിൽമെൻറ്റുകളിലെയും സമീപ പ്രദേശങ്ങളിലെയും ജനങ്ങൾ സമരരംഗത്തേക്ക് ഇറങ്ങി. ഓരോ തെരഞ്ഞെടുപ്പുകളിലും സമരക്കാരുടെ വീര്യം തണിപ്പിക്കാനായി നിരവധി തവണയാണ് ഇവിടെ പാലത്തിൻ്റെ തറക്കല്ലുകൾ ഇട്ടത്. ആ കല്ലുകളെല്ലാം ഇട്ടയിടത്ത് തന്നെ കിടന്നു. സമരങ്ങളും നിവേദനം നൽകലും തുടർന്നു.
CK ഹരീന്ദ്രൻ MLA ആയി വന്നതോടെയാണ് തൊടുമലക്കാരുടെ സമരവും പ്രാർത്ഥനയും നിറവേറിയത്. ആധുനിക രീതിയിൽ തന്നെ വലിയ പാലം നിർമ്മിക്കണമെന്ന MLAയുടെ ലക്ഷ്യം യാഥാർത്ഥ്യമായത് സംസ്ഥാന സർക്കാരിൻ്റെ കിഫ്ബിയിലൂടെ അനുവദിക്കപ്പെട്ട 24 കോടി രൂപയുടെ ധനസഹായമാണ്. സന്ദർശകർ പാലത്തിൽ നിന്നും ഫോട്ടോകൾ പകർത്തുകയും റീൽസ് ചിത്രീകരിക്കുകയും ചെയ്യുമ്പോൾ തൊടുമലയിലെ 11 ഊരുകളിലെ ആദിവാസി സമൂഹം സുരക്ഷിതമായി കരിപ്പയാറിനെ മറികടന്ന് പോകാൻ സാധിച്ചുവല്ലോ എന്ന സന്തോഷത്തിലാണ്.
എംഎൽഎയുടെ ദീർഘകാലത്തെ പരിശ്രമത്തിൻ്റെ ഫലമായി ഈ പാലം സാക്ഷാത്കരിക്കുകയുണ്ടായി. എന്ത് തോന്നുന്നു? പറയാൻ ഒരുപാടുണ്ട്. രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, ഞാൻ ഈ നാട്ടുകാരനാണ്. എൻ്റെ ജന്മനാട് അമ്പൂരിയാണ്. ഓർമ്മയുള്ള എൻ്റെ കുട്ടിക്കാലത്ത് ഇവിടെയാണെന്ന് തോന്നുന്നു ഈ കുമ്പിച്ചൽ കടവിലൊരു വള്ളം മറിഞ്ഞ് ഒരാൾ മരണപ്പെട്ടു. ഞാൻ വീട്ടിൽ നിന്ന് കുട്ടമ്പല സ്കൂളിലൂടെ നടന്നു പോകുന്ന ആ സൈഡിലാണ് ഇദ്ദേഹം ആ ബോഡി കൊണ്ടുവന്നത്. അഭിമാനിക്കാവുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ സി കെ ഹരീന്ദ്രൻ MLA-യുടെ അശാന്ത പരിശ്രമം തന്നെയാണ്. അതോടൊപ്പം തന്നെ അമ്പൂരി എന്ന സ്ഥലത്ത് ആദ്യമായിട്ടായിരിക്കണം കേരള മുഖ്യമന്ത്രി എത്തുന്നതെന്ന് തോന്നുന്നു. എന്തുകൊണ്ടും നല്ലൊരു ജനങ്ങൾക്ക് ഏറ്റവും സന്തോഷമായൊരു സ്ഥലമാണ്. പക്ഷേ എനിക്കിനി ഒരു അഭ്യർത്ഥന കൂടെ ഉള്ളത്, നമ്മുടെ തിരുവനന്തപുരം ജില്ലയ്ക്കകത്ത് ഗ്രാമപ്രദേശങ്ങൾ നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ടൂറിസം സാധ്യതയുള്ള ഒരു പഞ്ചായത്താണ് അമ്പൂരി ഗ്രാമപഞ്ചായത്ത്. ഇവിടുത്തെ ഏറ്റവും കൂടുതൽ സ്ഥലങ്ങൾ പ്രൊമോട്ട് ചെയ്യുന്നത്, ഇവിടെ പ്രൊമോട്ട് ചെയ്തിട്ടുള്ളത് ഞാൻ കൂടെയാണ്. അതിൽ എനിക്കൊരു അഭിമാനമുണ്ട്. അതായത് കൂനിച്ചമല ഒന്ന് തുടങ്ങി ഇവിടെയുള്ള കുമ്പിച്ചൽ കടവ് പാലം, കരിമംകുളം കടവ്, നെല്ലിക്കാമല, മാടശ്ശേരി, ഇങ്ങനെയുള്ള എല്ലാ പോയിന്റുകളും എൻ്റെ യൂട്യൂബ് ചാനലിലൂടെയാണ് ലോങ് വീഡിയോ. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ റീൽസ് ഇഷ്ടം പോലെ കാണും, പക്ഷേ ലോങ് വീഡിയോ എൻ്റെ ചാനലിലായിരിക്കും കാണുക എന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ അങ്ങനെ പ്രൊമോട്ട് ചെയ്യുമ്പോൾ എൻ്റെ ഒരു റിക്വസ്റ്റ് ഇവിടുത്തെ സർക്കാരിനോടും MLA-യോട് റിക്വസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു ബ്രിഡ്ജ് ടൂറിസം പോലെ, അതായത് ഇവിടെ നിന്ന് കണക്ട് ചെയ്ത് നേരെ നെയ്യാടം കോട്ടൂർ ഇത്രയും ഒരു കണക്ട് ചെയ്തൊരു ടൂറിസം, ഒരു ബോട്ട് സർവീസും കാര്യങ്ങളും വരാൻ വേണ്ടി 3 പഞ്ചായത്തിനെ കണക്ട് ചെയ്തുകൊണ്ടൊരു ടൂറിസം നമ്മുടെ തിരുവനന്തപുരം ജില്ലയിൽ തന്നെ സ്വപ്ന പദ്ധതിയായി മാറിയിരിക്കും. എല്ലാവരുടെ ആശംസകളും നേരുന്നു. ഇന്ന് ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞു. കാട്ടാക്കട വെള്ളട KSRTC സ്റ്റാൻഡിൽ നിന്ന് ഇതാ 3 ബസ് സർവീസ് ഇവിടെ നിന്ന് ആരംഭിച്ചിരിക്കുകയാണ്. അത് ഇവിടെ നിന്നും വിവിധ സ്ഥലങ്ങളിലേക്കാണ് ട്രിപ്പുകൾ പോകുന്നത്. ഇത് ഇന്നുകൊണ്ട് തീരുന്നതല്ല, ഇനി മുമ്പിലോട്ട് എല്ലാ ദിവസവും ട്രിപ്പുകൾ ഉണ്ടാവുമെന്നാണ് അവർ അറിയിച്ചിരിക്കുന്നത്. ബാക്കി വിശേഷങ്ങളൊക്കെ അറിയുന്ന മുറയ്ക്ക് നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ്. ഇത് കളിക്കാം. അണ്ണാ ഒന്ന് ഡോർ തുറക്കും, ഒരു കാര്യം ചോദിക്കാൻ. കുമ്പിച്ചൽ കടവ് പാലത്തിലൂടെയുള്ള ആദ്യ സർവീസാണ്. എങ്ങനെയുണ്ട്? അടിപൊളിയാണ്, സൂപ്പർ. വെള്ളട സ്റ്റാൻഡോ? അപ്പോൾ ഈ പാലം വന്നതിൽ എന്താ അഭിപ്രായം? പാലമെന്ന് ഒരുപാട് നമുക്ക് നല്ലതാണ്. ഇവിടെ നമുക്ക് ഇത്രയും നാൾ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു പോകാൻ, വള്ളത്തിൽ പോയി കാത്തിരുന്നോട്ട്. ഇപ്പം പാലമെന്ന് നമുക്ക് പോയിട്ട് വരാൻ പെട്ടെന്ന് ഉള്ള സൗകര്യം നമുക്കുണ്ട്. ഇപ്പം ബസ്സും ഇപ്പം ഇട്ടുകൊണ്ട് ഇത്രയും കൂടെ ഇത്തിരി സൗകര്യമുണ്ട്. അത്രയും നമുക്ക് പറയാനുള്ളത്. ഒരുപാട് എല്ലാത്തിനും നന്ദിയുണ്ട്. MLA-യുടെ പ്രയത്നം അല്ലേ ഇതെല്ലാം? MLA ഒരു ഇതായതുകൊണ്ടാണ് നമുക്ക് ഇത്രയും ഒരുപാട് പാലം മാത്രമല്ല, റോഡും കുടിവെള്ള പദ്ധതി ഇതെല്ലാം MLA-യുടെ ഒരു കഴിവുകൊണ്ടാണ് നമുക്ക് ഇത്രയും. ചേച്ചിക്ക് സന്തോഷമായില്ലേ? സന്തോഷമായി. നമ്മളെ MLA വന്നതിൽ ഇത്രയും നമുക്ക് സൗകര്യം ഒരുക്കുന്നത് വളരെ നന്ദി. ഇനി വള്ളത്തിൽ യാത്ര ചെയ്യാൻ പറ്റുമെന്നുള്ള വിഷമം എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, ഇനി രാത്രി ആയാലും ആശുപത്രി കേസായിരുന്നാലും ഒരു തടസ്സമില്ലാതെ പോയി വരാറില്ല. അതാണ് വേണ്ടത് അല്ലേ? നല്ല അടിപൊളി ഇനോഗ്രേഷൻ ആയിരുന്നു. എൻ്റെ ചാനൽ അഖിലോൺ സ്ട്രീറ്റിൽ നിന്നാണ്. അപ്പോൾ ഞാൻ സ്ഥിരം ഇത് ഡോക്യുമെൻ്റ് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയി. നമ്മളെ CM വന്ന് ഇനോഗ്രേറ്റ് ചെയ്തത് അടിപൊളിയായിരുന്നു. പിന്നെ ഇത് വെറും ഒരു പാലമല്ല, ഇത് 2 ജീവിതങ്ങൾ മീൻസ് കണക്ട് ചെയ്യുന്നൊരു പാലമാണ് കേട്ടോ. ഇത് കുറേ നാളത്തെ ഒരു ഒരു പ്രോബ്ലം ആയിരുന്നു. അത് പെട്ടെന്ന് ഒരു സർക്കാർ ഒന്ന് സോൾവ് ചെയ്തു. ഒരു വലിയൊരു കാര്യമാണ് കേട്ടോ. എൻ്റെ പേര് നിതിൻ, ചാനലിൻ്റെ പേര് നിതിൻ പുത്തൻപേട്ട. നമ്മളൊരു
47 കിലോമീറ്റർ ഇപ്പുറത്താണ് നമ്മൾ ഈ ഒരു ചാനലിൻ്റെ പാലം ഷൂട്ട് ചെയ്യാൻ വേണ്ടി വന്നിരിക്കുന്നത്. പക്ഷേ വന്നതിൽ ഒരു നഷ്ടവുമില്ല. കാരണം അത്രത്തോളം സന്തോഷമുള്ള മുഖങ്ങളെ നമുക്കിവിടെ കാണാൻ പറ്റിയ ഓരോ ബസ്സിനകത്തും അത്ര മനോഹരമായ കാഴ്ചകൾ നമ്മൾ കാണാൻ, മനുഷ്യൻ്റെ ഒരു ജീവിതത്തിൻ്റെ സന്തോഷം എന്തെന്നുള്ളത് ഇന്ന് ഇവിടെ വന്നപ്പോൾ നമുക്ക് നേരിട്ട് കാണാൻ പറ്റി. ഇത്ര അടിപൊളി ഒരു പാലം ഇവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടി സമർപ്പിച്ച സർക്കാരിന് നമ്മളെ വീട്ടിലുള്ള എല്ലാവിധ അഭിനന്ദനങ്ങളും നേരുന്നു കേട്ടോ. വിപിൻ കാണാൻ വേണ്ടിയിട്ട് വന്ന എല്ലാവരും നന്നായിട്ടുണ്ട്. സർക്കാർ വേണ്ടി നല്ല അഭിനന്ദനമാണ്. പഞ്ചായത്തിനോടും ഇവിടുത്തെ സർക്കാരിനോടും MLA-യോടും മറ്റൊരു അഭ്യർത്ഥന കൂടിയുള്ളത്, ഇവിടെ ഇത്രയും സൗകര്യങ്ങളുണ്ട്. തിരുവനന്തപുരം സിറ്റിയിൽ മാനവീയം വീതിയുണ്ട്. ഇവിടെ നമ്മുടെ അടുത്ത പഞ്ചായത്തിൽ ആരനാട് പഞ്ചായത്തിൽ മാനവീയം വീതി ആയിട്ടുണ്ട്. അതുപോലെ വരും സമയത്ത് ഇവിടെ ഒരു മാനവീയം വീതി പോലെ ചെയ്തു കഴിഞ്ഞാൽ ഇവിടെ ഗോത്രവിഭാഗത്തിൽപ്പെട്ട ഇഷ്ടംപോലെ ഗോത്ര കലാരൂപങ്ങളുണ്ട്. അതിൻ്റെ കലാരൂപങ്ങളുടെ കാഴ്ചകളും കാര്യങ്ങളും കൂടെ മാസത്തിൽ 1 or 2 പ്രാവശ്യം ഇവിടെ സംഘടിപ്പിക്കാൻ കഴിയുമെങ്കിൽ ഇഷ്ടംപോലെ ആൾക്കാർ ഈ ഗോത്ര കലാരൂപങ്ങൾ കാണാനും എത്തും. മാത്രമല്ല പ്രാദേശിക വിനോദസഞ്ചാരികൾക്കൊപ്പം വിദേശ സഞ്ചാരികളെ കൂടെ നമുക്ക് ഇവിടേക്ക് ആകർഷിക്കാൻ പറ്റും. അതുകൊണ്ട് നമ്മുടെ നാടിൻ്റെ വികസനം തന്നെയാണ് ഏറ്റവും പ്രധാനം. അതുപോലെ തന്നെ എനിക്കും എൻ്റെ ജന്മനാട് കൂടിയാണ്. അപ്പോൾ ഈ ഒരു അഭ്യർത്ഥനയോടെ വെച്ചുകൊണ്ട് ഇവിടുത്തെ കാഴ്ചകൾ അവസാനിക്കുന്നില്ല. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.